ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. തിരക്ക് നിയന്ത്രണ വിധേയമെന്ന് പറയുമ്പോഴും അടിസ്ഥാന സൗകര്യമില്ലാത്തത് ഭക്തരെ വലയ്ക്കുന്നു. ഇന്ന് ഉച്ചവരെ മാത്രം 1,00,000-ഓളം തീർത്ഥാടകർ പടികേറി. കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും ആരംഭിച്ച അതിശക്തമായ തിരക്ക് ശബരിമല സന്നിധാനത്ത് തുടരുകയാണ്. മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകൂ. പമ്പയിൽ നിന്നും വരുന്ന വഴികളിൽ തീർത്ഥാടകരെ പിടിച്ചിടുന്നു. പക്ഷേ ഇവിടങ്ങളിലൊന്നും അടിസ്ഥാന സൗകര്യമില്ലാത്തത് ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ 12 മണിക്ക് വന്നതാ. 12 മണിക്ക് വന്നിട്ട് ഇന്നിപ്പോൾ ഇത്രയും സമയമായി ഇവിടെ എത്തിയിട്ട്. ഇപ്പോഴത്തെ ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോഴത്തെ ഈ പുതിയ സംവിധാനം എന്ത് സംവിധാനമാണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്ത് സംവിധാനം ഇത്രയും ഒരു ഇതിന് വിശേഷ ബുദ്ധി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇല്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലമൊക്കെ എത്ര ഡീസൻ്റായിട്ട് ഈ കാര്യങ്ങൾ നടന്നുപോയതാ. ഇന്ന് ഉച്ചവരെ മാത്രം 50,000-ലധികം തീർത്ഥാടകർ പടി കയറിയെന്നാണ് പോലീസിന്റെ കണക്ക്. ഇന്ന് വൈകിട്ടോടെ 1,00,000 പേർ സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. ഇനിയെങ്കിലും അനാസ്ഥ വെടിഞ്ഞ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തിയില്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഭക്തരെ കാത്തിരിക്കുന്നത്. ജനം, സന്നിധാനം.